അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹിൽ ഫായിസീന ബിറിദല്ലാഹ്. അമ്മാ ബഅദ്. ഏറെ സ്നേഹാദരവുകൾ നിറഞ്ഞ വിശ്വാസികളെ, വിശ്വാസിനികളെ, മനുഷ്യകുലത്തിൻ്റെ ശത്രുവായ പിശാച് സദാസമയവും മനുഷ്യനെ വഴികേടിലാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ അവൻ്റെ കുതന്ത്രങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പല വഴികളും ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. കൂട്ടത്തിൽ മഹാനായിരിക്കുന്ന സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ഇമാം ബുഖാരി തങ്ങൾ തൻ്റെ സഹീഹിൽ രേഖപ്പെടുത്തുന്നതായി ഇങ്ങനെ കാണാം. അന്നബി ഹുറൈറ റളിയല്ലാഹു അൻഹു അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ, പുണ്യനബി പറയുകയാണ്, യഅഖിദു ശൈത്വാനു അലാ ഖാഫിയത്തി റഅസി അഹദികും ഇദാ ഹുവ നാമ സലാസ ഉഖദിൻ. പിശാച് നിങ്ങൾ ഓരോരുത്തരുടെയും അവൻ ഉറങ്ങിക്കിടക്കുമ്പോൾ അവൻ്റെ ശിരസ്സിന് പിറകിൽ 3 കെട്ടുകളിടുമെന്നാണ്. എന്നിട്ട് യദ്രിബു അലാ കുല്ലി ഉഖദത്തിൻ അലൈക ലൈലുൻ തവീൽ, ഓരോ കെട്ടുകളുടെ മുകളിലും അവൻ ഇങ്ങനെ തൊട്ട് തലോടി അതിൻ്റെ മുകളിൽ മെല്ലെ ഇങ്ങനെ അടിച്ചുകൊണ്ട് പറയും, അലൈക ലൈലുൻ തവീൽ, നീ സുഖമായി ഉറങ്ങിക്കൊള്ളുക, ഇനിയും നിന്റെ മുമ്പിൽ നീണ്ട രാത്രിയുണ്ട്, അതുകൊണ്ട് നീ ധാരാളമായി ഉറങ്ങിക്കൊള്ളുക എന്ന് അവനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമെന്ന് മഹാനായ സയ്യിദുന മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഫൈനിസ്തൈഖല, ഈ മനുഷ്യൻ ഉണർന്നു, ഫദക്കറല്ലാഹ തആല, അവൻ അല്ലാഹുവിനെ ദിക്ർ ചൊല്ലി. ഉറക്കിൽ നിന്ന് ഉണരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ എന്ന് ചൊല്ലിയിരുന്നു എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. അങ്ങനെ ഉറക്കിൽ നിന്ന് ഉണർന്നാൽ ഇവൻ ഈ ദിക്ർ ചൊല്ലി. അപ്പോൾ ഇൻഹല്ലത്ത് ഉഖദത്തുൻ, ആ കെട്ടുകളിൽ നിന്ന് ഒരു കെട്ടഴിഞ്ഞു വീഴും. ഫഇൻ തവല്ലഅ, രണ്ടാമതായി അവൻ വുളൂ ചെയ്താൽ ഇൻഹല്ലത്ത് ഉഖദത്തുൻ, രണ്ടാമത്തെ കെട്ടും അഴിഞ്ഞു പോവും. ഫഇൻ സ്വല്ലാ, അവൻ 2 റക്അത്ത് നിസ്കരിച്ചാൽ ഇൻഹല്ലത്ത് ഉഖദത്തു കുല്ലിഹാ, അവന്റെ മുഴുവൻ കെട്ടുകളും അഴിഞ്ഞു പോകുമെന്നാണ്. ഫഅസ്ബഹ നശീതൻ തയ്യിബൻ നഫ്സി, അങ്ങനെ നല്ല പരിശുദ്ധിയോടുകൂടി ഉന്മേഷവാനായി അവൻ അവന്റെ പ്രഭാതത്തെ എത്തിക്കാൻ കഴിയും. അല്ല, പിശാച് നീ ഉറങ്ങിക്കോളൂ, നിന്റെ മുമ്പിൽ നീണ്ട രാത്രിയുണ്ട്, ആ വാക്കും കേട്ട് സുഖമായി കിടന്നുറങ്ങി ഒരു ദിക്ർ ചൊല്ലുകയോ വുളൂ ചെയ്തുകൊണ്ട് നിസ്കരിക്കുകയോ ചെയ്യാത്ത ഒരു മനുഷ്യൻ, അവന്റെ പ്രഭാതം അവന് ഏറ്റവും മോശവും, അന്നത്തെ ദിവസം അവൻ ഏറ്റവും മടിയുള്ളതും അലസതയുള്ളതുമായ ദിവസവുമായിരിക്കുമെന്ന് സയ്യിദുനാ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് എൻ്റെ വിശ്വാസികളെ, നമ്മുടെ ഓരോരുത്തരുടെ പ്രഭാതങ്ങളും ഇങ്ങനെയായിരിക്കണം. എങ്കിൽ ശപിക്കപ്പെട്ട ശൈത്വാനിൻ്റെ സകല ശർറുകളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. കാരുണ്യവാനായ റബ്ബ് അതിന് തൗഫീഖും സൗഭാഗ്യവും നൽകി അനുഗ്രഹിക്കട്ടെ. ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.